പൗതോങ്കിപീഡിയം എന്ന അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. ഈ ചോദ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അധ്യായത്തിൻ്റെ പേര്, എഴുതിയ ആളുടെ പേര്, അധ്യായം ഏത് വിഭാഗത്തിൽ പെടുന്നു, അതായത് കവിതയാണോ, ഗദ്യമാണോ, കഥയാണോ, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. താലികാക്കി പൂർത്തി കരെ, പട്ടിക പൂർത്തീകരിക്കുക എന്നതാണ് ചോദ്യം. പാഠ് കാ ശീർഷക് പ്രോക്തി രചയിത. പാഠ് കാ ശീർഷകം എന്ന് പറഞ്ഞാൽ അധ്യായത്തിൻ്റെ പേര്, പ്രോക്തി എന്ന് പറഞ്ഞാൽ അത് ഏത് വിഭാഗത്തിൽ പെടുന്നു, രചയിത എന്ന് പറഞ്ഞാൽ ആരാണ് എഴുതിയത്. ഇതിൽ പൗതോങ്കിപീഡിയം എന്ന പാഠശീർഷക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രചയിത എന്നുള്ള ഹരിവംശറായ് ബച്ചൻ എഴുതിയ ആളുടെ പേര് തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു ടേബിൾ തന്നാൽ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ആ പ്രോക്തി എന്നതിൻ്റെ അടിയിലാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. പൗതോങ്കിപീഡിയം എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു അത് നമുക്കറിയാം, അത് കവിതയാണ്. അപ്പം നമ്മളവിടെ കവിത എന്നെഴുതണം. അപ്പം ഇങ്ങനെയുള്ള താലികാക്കി പൂർത്തി കരെ, അതായത് പട്ടിക പൂർത്തീകരിക്കുക എന്ന ഒരു രീതിയിലായി ചോദിച്ചിട്ടുണ്ട്. പാഠ് കാ ശീർഷക് എന്നുള്ളൊരു കോളം, അതുപോലെ തന്നെ പ്രോക്തി എന്നൊരു കോളം, രചയിത, അങ്ങനെ 3 കോളങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം തരും. അതിനുശേഷം ബാക്കിയുള്ള ഒരെണ്ണം നമ്മൾ പൂരിപ്പിക്കും. ഇതിൽ ആദ്യം നമ്മൾ കവിത എന്നുള്ള ആ ഭാഗം പൂരിപ്പിച്ചു. ഇനി രണ്ടാമത്തേതിൽ കൊടുത്തിരിക്കുന്നത് പൗതോങ്കിപീഡിയം എന്ന ആ പാഠത്തിൻ്റെ ശീർഷകം, പേര് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോക്തി ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് തന്നിട്ടുണ്ട്, അതായത് കവിത എന്ന വിഭാഗത്തിൽ പെടുന്നു. ഇതിൽ നമ്മൾ പൂരിപ്പിക്കേണ്ടത് അത് എഴുതിയ ആളുടെ പേരാണ്. രചയിത ആരാണ്? ഹരിവംശറായ് ബച്ചൻ. അപ്പൊ ആദ്യത്തേതിൽ നമുക്ക് പ്രോക്തി കണ്ടെത്താനായിരുന്നു, രണ്ടാമത്തേതിൽ രചയിത കണ്ടെത്താനാണ്. ഇനി മൂന്നാമത്തേതിൽ ഇതിൽ പ്രോക്തി എന്ന് പറഞ്ഞിട്ടുണ്ട്, രചയിത ഹരിവംശറായ് ബച്ചനും തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പാഠ് കാ ശീർഷക്. അപ്പം ആ അധ്യായത്തിന്റെ പേര് നമ്മൾ ഓർത്തിരിക്കണം. ഏതാണ് അധ്യായത്തിന്റെ പേര്? പൗതോങ്കിപീഡിയം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിശ്ചയമായിട്ടും ചോദിച്ചിരിക്കും. അതായത് അധ്യായത്തിന്റെ പേര് ഏത് വിഭാഗത്തിൽ പെടുന്നു, പ്രോക്തി ഏതിൽ പെടുന്നു, രചയിത എഴുതിയത് ആരാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നിശ്ചയമായിട്ടും പഠിച്ചിരിക്കണം. വേറൊരു തരത്തിലുള്ള ചോദ്യം വരുന്നത്, ആ ഒരു അധ്യായത്തിന്റെ അല്ലെങ്കിൽ ഒരു കവിതയിൽ ഏതാനും വരികൾ തന്നിട്ട് അത് ഏത് അധ്യായത്തിൽ പെടുന്നു, ഏത് കവിതയിൽ പെടുന്നു എന്ന് ചോദിക്കാറുണ്ട്. ഹംകോ ചോട്ടാ രഖാ ഹി യഹ് ബഡാ ബനാ ഹൈ, ജന്മ അഗർ ഹം പഹ്ലെ പാത്തെ തോ ഹം ഇസ്കെ അഗ്രജ് ഹോത്തെ, ഹം ഇസ്കെ ദാദാ കഹ്ലാത്തെ, ഇസ് പർ ജാത്തെ, ഇസ് കവിത കാ ലേഖക് കോൻ ഹെ. കവിതയിലെ ഏതാനും വരികൾ തന്നിട്ട് ഈ കവിതയുടെ ലേഖക് കോൻ ഹെ, ഇസ് കവിത കാ ലേഖക് കോൻ ഹെ. ലേഖക് എന്ന് പറഞ്ഞാൽ കവിതയുടെ കർത്താവ് ആരാണ് ഈ കവിത എഴുതിയത്? ഹരിവംശറായ് ബച്ചൻ. हमको छोटा रखा ही एक बड़ा बना है, जन्म अगर हम पहले पाते तो हम इसके अग्रज होते, हम इसके दादा कहलाते, इस पर जाते, ये पंक्तियां किस कविता से है. ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. ഏത് കവിതയിൽ നിന്നാണ് ഈ വരികൾ എടുത്തത്? അത് നമുക്കറിയാം, പൗതോങ്കിപീഡിയം എന്ന കവിതയിൽ നിന്നാണ് ഈ വരികൾ എടുത്തത്. हम कितने सौभाग्यवान हैं, छोटे पौधे क्यों ऐसे कहते हैं. ഞങ്ങൾ എത്ര സൗഭാഗ്യവാന്മാരാണ്, ചെറിയ ചെടികൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു. ആസ്മാൻ സെ ആഗി ബർസെ പാനി ബർസെ, ആകാശത്തിൽ നിന്ന് ചൂട് വരുന്നു അല്ലെങ്കിൽ തീ വരുന്നു. പാനി ബർസെ, മഴ വരുന്നു. ആംതി ടൂട്ടെ, കൊടുങ്കാറ്റ് അടിക്കുന്നു. ഉൻകോ കോയി ഫിക്കർ നഹി ഹെ, അവർക്ക് യാതൊരു വിഷമവുമില്ല. एक बड़े की वरद छत्र छाया के नीचे, ഒരു വലിയതിന്റെ വരദാനമായ
കുടയുടെ തണലിൽ താഴെ അല്ലെങ്കിൽ സംരക്ഷണത്തിൽ താഴെ വേ അപ്നെ ദിൻ ബിതാ രഹേ ഹെ, അവർ അവരുടെ ദിവസം ചെലവഴിക്കുന്നു. ഇസ്ലിയെ വേ ഏസ കഹ്തേ ഹെ, അതുകൊണ്ട് അവർ അങ്ങനെ പറയുന്നു. ഈ ഉത്തരം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ കവിതയിലെ ആ വരികൾ തന്നെ പഠിച്ചാൽ മതിയാകും. അതായത് കവിതയിൽ ആ വരികൾ ആസ്മാൻ സെ ആഗെ ബർസെ പാനി ബർസെ ആന്തി ടൂटे हमको कोई फिक्र नहीं है एक बड़े की बरत छत्र छाया के नीचे हम अपने दिन बिता रहे हैं. ഈ വരികൾ ഓർത്തിരുന്നാൽ മതിയാകും. हम कितने बदकिस्मत हैं, छोटे पौधे क्यों ऐसे कहते हैं. ഞങ്ങൾ എത്ര നിർഭാഗ്യവാന്മാരാണ്, ചെറിയ ചെടികൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു. जो गत्रों का सामना नहीं करते हैं वे ऊपर नहीं उड़ सकते हैं. അഭിമുഖീകരിക്കാത്തവർ ആരും വേ അവർക്ക് ഊപ്പർ നഹി ഉഡ് സക്തേ ഹെ, മുകളിലേക്ക് ഉയരാൻ കഴിയില്ല. ഉസ് ബർഗത് കി ചായാനെ ഉനെ ബൗന ബനാദിയ, ആ ആലിന്റെ നിഴൽ അവരെ പൊക്കം കുറഞ്ഞവരാക്കി. ഇസ്ലിയെ വേ ഏസ കഹ്തേ ഹെ, അതുകൊണ്ട് അവർ അങ്ങനെ പറയുന്നു. ഈ ഉത്തരവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ കവിതയിലെ ഈ ഉത്തരം ഉൾക്കൊള്ളുന്ന ആ വരികൾ ഓർത്തിരുന്നാൽ മതിയാകും. അതായത് जो गतरों का नहीं सामना करते कैसे वे ऊपर को उठ सकते हैं, इसी बेड़े की छाया ने तो हमको बौना बना रखा. ഈ വരികളിൽ ഉൾക്കൊള്ളുന്ന ആശയം ഓർത്തിരുന്നാൽ മതിയാകും. नहीं वक्त का जुल्म हमेशा हम यूं ही സഖ്തെ ജായേഗി, സമയത്തിന്റെ അടിച്ചമർത്തൽ എപ്പോഴും ഞങ്ങൾ ഇതുപോലെ തന്നെ സഹിച്ചു പോകില്ല. ചോട്ടെ പൗധവനെ ക്യോ ഏസ കഹ, സമയത്തിന്റെ അടിച്ചമർത്തൽ എപ്പോഴും ഞങ്ങൾ ഇതുപോലെ തന്നെ സഹിച്ചു പോകില്ല. ചെറിയ ചെടികൾ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ജന്മ അഗർ ഉനെ പഹ്ലെ മിലാത, ജന്മം അല്ലെങ്കിൽ ജനനം അവർക്ക് ആദ്യം ലഭിച്ചിരുന്നെങ്കിൽ തോവേ ഉസ്കെ അഗ്രജ് ഹോത്തെ, അവർ അതിന്റെ ചേട്ടന്മാരായത്, അതായത് ആ ആലിന്റെ ചേട്ടന്മാരായത്. വേ ഉസ്കെ ദാദാ കഹ്ലാത്തേത്, അവർ അതിന്റെ മുത്തച്ഛൻ എന്ന് വിളിക്കപ്പെട്ടേനെ, ആ വലിയ ആലിന്റെ മുത്തച്ഛൻ എന്ന് ഇവരെ വിളിക്കപ്പെട്ടേനെ. ഇസ്ലിയെ വേ ഏസ കഹ്തേ ഹെ, അതുകൊണ്ട് അവർ അങ്ങനെ പറയുന്നു. ഈ ഉത്തരവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഉത്തരം ഉൾക്കൊള്ളുന്ന നമ്മുടെ കവിതയിലെ ആ വരികൾ മാത്രം ഓർത്തിരുന്നാൽ മതി, ആ കവിതയിലുള്ള ആശയം ഓർത്തിരുന്നാൽ മതി. അതായത് ജന്മ അഗർ ഹം പഹ്ലെ പാത്തെ തോ ഹം ഇസ്കെ അഗ്രജ് ഹോത്തെ, ഹം ഇസ്കെ ദാദാ കഹ്ലാത്തെ, ജനനം ആദ്യം ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇതിന്റെ നേതാവായനെ, ഞങ്ങൾ ഇതിന്റെ മുത്തച്ഛൻ എന്ന് വിളിക്കപ്പെട്ടേ. हमको छोटा रखकर ही यह बड़ा बना है, पौधे क्यों ऐसे सोचते हैं, ഞങ്ങളെ ചെറുതാക്കി വെച്ചുകൊണ്ട് തന്നെ ഇത് വലുതായി തീർന്നു. ചെടികൾ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, സോച്ചത്തേക്ക് ചിന്തിക്കുന്നു. ജന്മ അവർ ഉനെ പഹ്ലെ മിലാത, ജനനം അവർക്ക് ആദ്യം കിട്ടിയിരുന്നെങ്കിൽ തോ വേ ഉസ്കെ അഗ്രജ് ഹോത്തെ, അവർ അതിന്റെ ചേട്ടന്മാരായനെ. വേ ഉസ്കെ ദാദാ കഹ്ലാത്തേത്, അവർ അതിന്റെ മുത്തച്ഛൻ എന്ന് വിളിക്കപ്പെട്ടനെ. ഇസ്ലിയെ വേസ കഹ്തേ, അതുകൊണ്ട് അവർ അങ്ങനെ പറയുന്നു. ഈ ഉത്തരത്തിലും ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഉത്തരം ഉൾക്കൊള്ളുന്ന വരികൾ, കവിതയിലെ വരികൾ ഓർത്തിരുന്നാൽ മതിയാകും. ജന്മ അഗർ ഹം പഹ്ലെ ആത്തെ തോ ഹം ഇസ്കെ അഗ്രജ് ഹോത്തെ, ഹം ഇസ്കെ ദാദാ കഹ്ലാത്തെ.
ഇനി നമ്മുടെ ഈ അധ്യായത്തിൻ്റെ അവസാനം കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥങ്ങളാണ്. ബർഗത് കാ പേട്, അതിൻ്റെ അർത്ഥം പേരാൽ. ഇങ്ങനെയുള്ള ആൽമരത്തെയാണ് ബർഗത് കാ പേട്, പേട് എന്ന് പറഞ്ഞാൽ മരം, ബർഗത് കാ പേട് പേരാൽ. ആഖി എന്ന് പറഞ്ഞാൽ അഗ്നി എന്നാണ് അർത്ഥം. അടുത്ത വാക്ക് ആംധി, കൊടുങ്കാറ്റ്. ഫിക്കർ, അർത്ഥം ചിന്ത. ശത്രുഛായ, അർത്ഥം ആശ്രയം, രക്ഷ. ഋഷ്ട്, അർത്ഥം കോപം അഥവാ ദേഷ്യം. ബദ്കിസ്മത്ത്, അർത്ഥം ദുർഭാഗ്യവാൻ. ഒരു ഏണി ഒരാളുടെ തലയിലേക്ക് വീഴുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ദുർഭാഗ്യം എന്ന അർത്ഥത്തിലാണ് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ ചിത്രങ്ങൾ കണ്ടുകൊണ്ട് അർത്ഥം പഠിക്കുന്നതാണ് കൂടുതൽ ഓർത്തിരിക്കാനായിട്ട് നല്ലത്. ഖത്തര, അർത്ഥം അപകടം. ബൗന, പൊക്കം കുറഞ്ഞ. പൊക്കം കുറഞ്ഞ ബോൺസായി എന്ന ചെടിയാണ് കാണിച്ചിരിക്കുന്നത്. ഉദ്ദണ്ഡ്, തന്നിഷ്ടക്കാരായ. ജുൽമ്, അർത്ഥം കുറ്റം. കാംട്ട എന്ന് പറഞ്ഞാൽ മുള്ള് എന്നർത്ഥം. കുലാടി എന്ന് പറഞ്ഞാൽ കോടാലി. ടോട്ട്, അർത്ഥം മരക്കുറ്റി. ഈ അധ്യായത്തിന് പുറകിലുള്ള അർത്ഥങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ച് ഓർത്തിരിക്കണം. പിന്നെ കവിതയിലുള്ള ആശയം നമ്മൾ ഓർത്തിരിക്കണം. ഇതിൽ അധ്യായത്തിൻ്റെ പേരും അതുപോലെ തന്നെ ആരെഴുതി എന്നുള്ളതും ഈ അധ്യായം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ.